നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നു. ഇരുട്ട് കനക്കുന്ന ലോകത്ത് പ്രത്യാശയുടെ പുതുജനനമാണ് ക്രിസ്മസ് എന്ന് മെത്രാപ്പൊലിത്ത ആശംസിച്ചു. ദൈവസ്നേഹത്തിന്റെ പാരമ്യമാണ് ക്രിസ്മസ്. ദൈവം ലോകത്തെ സ്നേഹിച്ചുവെന്ന് മാത്രമല്ല, ആ സ്നേഹത്തിന്റെ അടയാളമായി സ്വന്തം പുത്രനെ തന്നെ നൽകി. ഉദാത്ത സ്നേഹവും അളവില്ലാത്ത ദാനവും ഒത്തുചേരുന്നതാണ് ക്രിസ്മസ്. ആദ്യ ക്രിസ്മസ് സാധ്യമായത് ദൈവം സ്വയം മറ്റുള്ളവർക്കായി നൽകിയതിലൂടെയാണെന്നും മെത്രാപ്പൊലിത്ത ഓർമ്മിപ്പിച്ചു. ക്രിസ്മസിന്റെ കാതൽ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട ദാനത്തിലാണ്. നേടുന്നതിൽ മാത്രം നിൽക്കുമ്പോൾ ക്രിസ്മസിന്റെ അർത്ഥം നഷ്ടപ്പെടുന്നു. ക്രിസ്മസിനെ വ്യക്തിപരമായ ആനന്ദത്തിലേക്ക് മാത്രം ചുരുക്കരുത്. നൽകുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷം നേടുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ലഭിക്കുന്നത് കുറച്ചു സമയം സന്തോഷം നൽകാം, നൽകുന്നത് സ്ഥിരമായ ആനന്ദം നൽകുന്നു. നമുക്കുള്ളതിനെ മറ്റുള്ളവർക്കായി പങ്കിടുവാൻ ക്രിസ്മസ് നമ്മെ ക്ഷണിക്കുന്നു. ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ക്രിസ്മസ് കാലത്ത് തുടർന്നുവരുന്ന വ്യാപക അക്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത. പുരാതനമായ ക്രൈസ്തവ സംസ്കാരം നിലനിൽക്കുന്ന കേരളത്തിൽ പോലും അങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നത് ഖേദകരമാണ്. ചില അക്രമവാസനയുള്ളവർ ബോധപൂർവം നിയമം കയ്യിലെടുക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ക്രിസ്മസ് ചിഹ്നങ്ങളായി അംഗീകരിച്ചിരിക്കുന്നവ പൊതുമണ്ഡലത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടണമെന്ന് ആർക്കൊക്കെയോ വാശിയുള്ളതായി തോന്നിപ്പോകുന്നു. ഇത്തരം പ്രവണതകൾ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെയും അതിന്റെ ഉൾക്കാമ്പായ ഏതു മതത്തിലും വിശ്വസിക്കുവാനും പിന്തുടരുവാനുമുള്ള സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇക്കാര്യങ്ങളിൽ ഇടപെടുകയും അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കുമെതിരെ നടപടിയെടുക്കുകയും വേണമെന്ന് മെത്രാപ്പൊലിത്ത ആവശ്യപ്പെട്ടു. 2026 ഫെബ്രുവരി 8 ആരംഭിക്കുന്ന മാരാമൺ കൺവെൻഷന്റെ അനുഗ്രഹീത നടത്തിപ്പിനായി ഇടവക സെന്റർ ആഗോളതലങ്ങളിൽ പ്രാർത്ഥനാ ശൃംഖലകൾ ഒരുക്കും. ജനുവരി 11 18 മധ്യേ ഒരു ദിവസം ഇടവകകൾ കേന്ദ്രീകരിച്ച് പ്രാർത്ഥനകൾ ക്രമീകരിക്കും. ജനുവരി 30 മുതൽ ഫെബ്രുവരി 7 വരെ വൈകുന്നേരം 4:30 മുതൽ 6 വരെ ഒരുക്ക പ്രാർത്ഥന മാരാമൺ മണൽപ്പുറത്ത് സംഘടിപ്പിക്കും. മാരാമൺ, തിരുവല്ല ഈസ്റ്റ്, ഇടയാറന്മുള, ചെങ്ങന്നൂർ, ഉമയാറ്റുകര, ഇരവിപേരൂർ, അയിരൂർ, ഇലന്തൂർ, കോഴഞ്ചേരി സെന്ററുകൾ നേതൃത്വം നൽകും. 31 വൈകുന്നേരം 8 മുതൽ 8:30 വരെ എല്ലാ കുടുംബങ്ങളിലും മാരാമൺ കൺവെൻഷനായി പ്രാർത്ഥിക്കും. ഫെബ്രുവരി 1 രാത്രി 8 മണിക്ക് ഓൺലൈനായി ആഗോള പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിക്കുമെന്നും സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ അറിയിച്ചു. രാജ്യസേവനം ദൈവിക ശുശ്രൂഷയാണെന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർ അത് വൈദിക ശുശ്രൂഷ പോലെ പവിത്രമായി നിർവഹിക്കണമെന്നും മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയികളായ സഭാംഗങ്ങളെ അനുമോദിക്കുന്നതിനായി ഭദ്രാസന മിഷൻ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു സഫ്രഗൻ മെത്രാപ്പൊലിത്ത. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ് സുസ്ഥിര വികസനവും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്വവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. ഗ്രാമീണ വികസനത്തിനായി വകകൊള്ളിച്ചിരിക്കുന്ന ഫണ്ടുകൾ സത്യസന്ധവും പൂർണ്ണവുമായും വിനിയോഗിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉത്സാഹിക്കണമെന്നും പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ വ്യക്തമായി ചർച്ചകൾ നടത്തുവാനും മനസ്സിലാക്കുവാനും തയ്യാറാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയികളായ 51 ഭദ്രാസനാംഗങ്ങളെ മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത അഭിനന്ദന ഫലകം നൽകി ആദരിച്ചു. വിജയകരമായി സേവനകാലം തികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാമിനെ യോഗം ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചുമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, റവറൻ അരുൺ തോമസ്, റവറൻ അലക്സാണ്ടർ തരകൻ, റവറൻ എബ്രഹാം വർഗീസ്, ഫ്രെഡി ഉമ്മൻ, ആനി പി എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സൺഡേ സ്കൂൾ സമാജം, യുവജന സഖ്യം, സേവികാ സംഘം, സന്നദ്ധ സുവിശേഷ സംഘം, സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ്, വികസന സംഘം എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ഡിസംബർ 30 വൈകുന്നേരം 4 മുതൽ റാന്നി ഇട്ടിയപ്പാറയിൽ മാർ അത്താനാസിയോസ് മാർത്തോമ കൺവെൻഷൻ സെന്ററിൽ ഇടയ സംഗീതം എന്ന സംയുക്ത ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കും. ഭദ്രാസന യുവജന സഖ്യത്തിന്റെ ഗായക സംഘത്തിന്റെയും ഭദ്രാസന സേവികാ സംഘത്തിന്റെ വിവിധ സെന്ററുകൾ ഒരുമിച്ചുള്ള കരോൾ ഗാനങ്ങളും ഭദ്രാസന സൺഡേ സ്കൂൾ കുട്ടികളുടെ കൊറിയോഗ്രഫി, സംഘനൃത്തം, സ്കിറ്റ് ആദ്യമായ ക്രിസ്മസ് പരിപാടികളും ഉണ്ടായിരിക്കും. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിക്കും. ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലിത്ത, കുറിയാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത തുടങ്ങിയവർ പ്രസംഗിക്കും. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഫുഡ് സ്റ്റോളുകൾ ക്രമീകരിക്കും. മാർത്തോമ സഭ നിർണം മാരാമൺ ഭദ്രാസന കൺവെൻഷൻ ജനുവരി 8 മുതൽ 11 വരെ കുമ്പനാട് ഷാലെ മാർത്തോമ പള്ളിയിൽ നടത്തും. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്യും. റവറൻ പി തോമസ് പ്രസംഗിക്കും. ഓർത്തഡോക്സ് സഭ അടൂർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ സക്രിയാസ് മാർ അപ്രയം മെത്രാപ്പൊലിത്ത,
ഡെയ്സി മാത്യു, ജോർജ് ചെറിയാൻ, റവറൻ ഡോക്ടർ കെ തോമസ് എന്നിവർ വിവിധ ദിവസങ്ങളിൽ പ്രസംഗിക്കും. ജനുവരി 4-ന് ഉച്ചകഴിഞ്ഞ് നടക്കുന്ന യുവജന സംഗമം മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്യും. ഫാദർ ജസ്റ്റിൻ പോൾ വേങ്ങശ്ശേരി പ്രസംഗിക്കും. ജർമ്മനി സെന്റ് തോമസ് മാർത്തോമ ഇടവക കോളാൻ നഗരത്തിൽ ഒരുക്കിയ ക്രിസ്മസ് ഗാനസന്ധ്യ അവിസ്മരണീയ അനുഭവമായി. റവറൻ തോമസ് ജോസഫ് വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിച്ചു. UK യൂറോപ്പ് ഭദ്രാസന എപ്പിസ്കോപ്പ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ ഇന്ത്യയിൽ നിന്നും ഓൺലൈനായി പങ്കുചേർന്ന് ആശംസകൾ അറിയിച്ചു. ഓൾഡ് കത്തോലിക്ക സഭ രൂപത ബിഷപ്പ് മാത്യൂസ് റിംഗ് മുഖ്യപ്രഭാഷണം നടത്തി. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ഷാലോം.